നിങ്ങളുടെ കയ്യിൽ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടോ എങ്കിൽ ആ വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ കുറച്ച് വലിയ സൈസിലുള്ള ഒരു ഫ്ലവർ വരയ്ക്കുക. ആ ഒരു ഫ്ലവറിനെ ഒരു കാർഡ്ബോർഡിൽ വെച്ച് ട്രേസ് എടുത്ത് രണ്ട് കാർഡ്സ് കട്ടിന് വേറൊരു കാർഡ്ബോർഡ് ബോക്സിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡ്സിലായിട്ട്, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട്. എനിക്കാണെങ്കിൽ ഈ ഗ്ലൂ വെച്ച് ഒട്ടിക്കാനുള്ള വൻ മടി കാരണം തന്നെ ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ കുറേ കാലം ഈ കാർഡ്ബോർഡൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട്, മാത്രമല്ല നമ്മുടെ ചാനലാകെ കാർഡ്ബോർഡ് വെച്ച് വളരെ കുറച്ച്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ കാർഡ്ബോർഡ്സിനും ഒടുക്കത്തെ തിക്നെസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൈ നല്ല രീതിയിൽ വേദനിക്കാറുണ്ട് കേട്ടോ. മാത്രമല്ല നല്ല ചുവന്ന് തുടുത്ത് വരാറുണ്ട് ആ ഒരു സീസേഴ്സിൻ്റെയും കാർഡ്ബോർഡിൻ്റെ കട്ടിയൊക്കെ കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു എൻസ് ഒന്നും കറക്റ്റായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റാണ് അടിക്കേണ്ടത്. നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഈ ഒരു പേസ്റ്റൽ പെയിൻറ്റ്സിൻ്റെ ഒരു സെറ്റ് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അതിൽ എൻ്റെ ഒരു ഓർമ്മയിൽ 6 പെയിൻറ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിലുള്ളത്. സോ ആ ഒരു ലോങ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ട്രൈ ചെയ്യുന്നെങ്കിൽ മാത്രമല്ല, എനിക്കിപ്പോൾ പറ്റിയൊരു അബദ്ധവും കൂടെ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്താ വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ കാർഡ്ബോർഡിലൊക്കെ പെയിൻറ്റ് അടിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ബേസ് ആയിട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ വേറെ എന്തെങ്കിലും കളർ മേലെ അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാനിവിടെ ഫ്ലവറാണ് വെച്ച് കൊടുത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക.